വഖഫ് സമ്പ്രദായത്തെ രൂക്ഷമായി വിമർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വഖഫ് ഏറ്റെടുക്കുന്ന സ്വത്തുക്കൾ ധർമ്മ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നില്ല. ഭൂരിഭാഗം വഖഫ് സ്വത്തുക്കളും വാണിജ്യ സമുച്ചയങ്ങളായി മാറ്റുകയും പിന്നീട് വാടകയ്ക്ക് നൽകുകയുമാണ് ചെയ്യുന്നത്. ഇത് തന്റെ സ്വന്തം അനുഭവമാണെന്ന് ഗവർണർ കൂട്ടിച്ചേർത്തു. ജനം TV ചീഫ് എഡിറ്റർ പ്രതിപിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. My own experience, I have not studied this subject, therefore I do not wish to speak in detail. But my practical experience as minister in charge of the Waqf properties in Uttar Pradesh, there will not be even 1 or 2% Waqf properties where some sort of litigation is not going on, where there is no dispute, or any Waqf property which is being used for any charitable purposes. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഈ വഖഫ് നിയമം ഭേദഗതി അനുകൂലിക്കുന്ന നിലപാട് തന്നെയാണ് ഗവർണർ നേരത്തെയും സ്വീകരിച്ചത്. കാരണം ഈ വഖഫിന് നിയമപരമായ മാറ്റങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ഊന്നിപ്പറയുന്നുണ്ടായിരുന്നു. വ്യവഹാരങ്ങളില്ലാത്ത ഒരു വഖഫ് പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഇതൊന്നും സുതാര്യമായിട്ടല്ല ഇടപാടുകളൊന്നും നടക്കുന്നത് എന്ന് ഗവർണർ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ ഒരു നിലപാട് ആവർത്തിക്കുകയാണ് ജനം TV ചീഫ് എഡിറ്റർ പ്രതിപിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഗവർണർ എന്ന് മനസ്സിലാകുന്നു. മാത്രമല്ല, ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊന്നുമല്ല, ധനപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വഖഫ് ഭൂമികൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് അത് തന്റെ സ്വന്തം അനുഭവമാണെന്നും ഗവർണർ പറയുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? ലക്ഷ്മി, ഈ വഖഫ് ഭൂമികൾ അത് അഴിമതിയുടെ വലിയ കേന്ദ്രമാകുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയ വ്യക്തികളിൽ ഏറ്റവും ഒടുവിലത്തെ ആളാണ് കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ജനം TVയുടെ ചീഫ് എഡിറ്റർ പ്രതിപിള്ളയുമായി തിരുവനന്തപുരത്ത് നടത്തിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതായത് ഈ വഖഫ് ഭൂമി അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതായത് വഖഫ് സ്വത്തുക്കൾ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങൾ തനിക്കറിയാമെന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയത്. അത് തൻ്റെ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. പലപ്പോഴും ഇത് അഴിമതിയുടെ കേന്ദ്രമാകുന്നു. ഈ വഖഫ് ഭൂമികൾ അത് ധാർമ്മിക പ്രവർത്തനങ്ങൾക്ക് അല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് ചില സ്വകാര്യ വ്യക്തികളുടെ ധനസമ്പാദനത്തിനുള്ള ഉപാധിയായിട്ടാണ് ഈ സ്വത്തുക്കൾ പോകുന്നതെന്നാണ് പ്രധാനമായും കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് നിരവധി ഉദാഹരണങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നു. തൻ്റെ അനുഭവം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. അതായത് വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ അനിവാര്യതയാണ് ഗവർണർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരമൊരു നിയമം അത് പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗവർണർ അടിവരയിടുന്നു. പ്രധാനമായും 40 ഭേദഗതികൾ വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. അതേസമയം വലിയ പ്രതിപക്ഷ ബഹളമായിരുന്നു. ഇതേ തുടർന്നാണ് ജോയിൻറ്റ് പാർലമെൻ്ററി സമിതിക്ക് ഇത് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടി പാർലമെൻറ്റ് നിയോഗിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുകയാണ്. നിരവധി ഇസ്ലാമിക സംഘടനകളും അതേപോലെ തന്നെ അവരുടെ പണ്ഡിതന്മാരുമായി ഒക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തുകയാണ് ഇപ്പോൾ ഈ പാർലമെൻ്ററി സമിതി. കഴിഞ്ഞ 2 ദിവസമായി ഈ യോഗം തുടരുന്ന സാഹചര്യമാണ്. അതേപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായി ഇതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകളും തുടരുകയാണ്. പ്രധാനമായും വലിയ അഴിമതികൾ ഇതിനെതിരെ ഉയരുന്ന സാഹചര്യം, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെയാണ് ഇത്തരം അഴിമതികൾ പുറത്തു വന്നത് എന്നുള്ളതാണ്. ഡൽഹിയിലടക്കം വലിയ അഴിമതികൾ ഈ വഖഫ് ഭൂമിയുടെ അല്ലെങ്കിൽ വഖഫ് ബോർഡിൻ്റെ മറവിൽ നടന്നു എന്നുള്ളതാണ്. ഓഖല MLA ആയ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഓഖല MLA ആയ അമാനത്തുള്ള ഖാനെതിരെ നിലവിൽ EDയും CBIയും അന്വേഷണം തുടർന്നു പോകുന്ന സാഹചര്യമാണ്. അതായത് ഡൽഹിയിലെ വഖഫ് ഭൂമി അത് സ്വകാര്യ വ്യക്തിക്ക് നൽകി അതിലൂടെ സാമ്പത്തിക ലാഭം നേടി എന്നുള്ളതാണ്. അതും ചെറിയ തുകയല്ല, വലിയ തുകയാണ്. ഡൽഹിയിലെ കണ്ണായ ഭൂമികൾ ഇത്തരത്തിൽ പലതും വകമാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ വഖഫ് ബോർഡ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമത്തിൻ്റെ മറവിൽ മറ്റ് ഭൂമികൾ, സാധാരണക്കാരായ വ്യക്തികളുടെ ഭൂമികൾ കയ്യേറുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ദക്ഷിണേന്ത്യയിൽ തിരുച്ചിറപ്പള്ളിയിൽ നമുക്കറിയാം, അതിന് ഉദാഹരണം ക്ഷേത്രഭൂമിയടക്കാൻ കയ്യേറുവാനുള്ള ശ്രമങ്ങളുണ്ടായി എന്നുള്ളതാണ്. പട്നയിൽ, ബീഹാറിലെ പട്നയിലെ ഗോവിന്ദ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ 90% ഹിന്ദുക്കൾ താമസിക്കുന്ന ഭൂമിയാണ്. അവിടെ ഒരു ഗ്രാമം പൂർണ്ണമായും ഒഴിയണമെന്നുള്ളതാണ് വഖഫ് ബോർഡിൻ്റെ, സുന്നി വഖഫ് ബോർഡിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഇങ്ങനെ സാധാരണക്കാരായിട്ടുള്ളവരുടെ ഭൂമി, ഹൈന്ദവ ആരാധനാലയങ്ങളടക്കം പിടിച്ചടക്കുവാൻ വേണ്ടി ഈ വഖഫ് ബോർഡ് നിയമത്തിൻ്റെ മറവിൽ നടത്തുന്ന ശ്രമങ്ങൾ ഇല്ലാതാകണമെന്നുള്ളതാണ് സർക്കാർ കാണുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 40 ഭേദഗതികളോടുകൂടി പാർലമെൻറ്റിൽ കിരൺ റിജു ഈ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത്. വലിയ പ്രതിഷേധം, വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുടെ വലിയ പ്രതിഷേധം
പ്രതിഷേധമായിരുന്നു പാർലമെന്റിൽ കാണാൻ കഴിഞ്ഞത്. ഏതായാലും ഇപ്പോൾ അത് നിലവിൽ ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. കഴിഞ്ഞ 13-ാം തീയതി വരെ ഇതുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കുവാനുള്ള സമയമായിരുന്നു. അതിൽ ഏതാണ്ട് 1 കോടിയിലധികം ഇമെയിൽ സന്ദേശങ്ങളാണ് വിവിധ മുസ്ലിം വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. അതായത് പള്ളികളിലെ വെള്ളിയാഴ്ച നടക്കുന്ന ഈ ഉച്ച നമസ്കാരം ആ സമയം കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് പള്ളിയിലെത്തുന്ന ഭക്തരോട് ഇത്തരം ഇമെയിൽ സന്ദേശങ്ങൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് അയക്കണമെന്നുള്ള ശക്തമായ നിർദ്ദേശമായിരുന്നു. മാത്രമല്ല വിവിധ ഇസ്ലാമിക സംഘടനകൾ പൊതുയോഗങ്ങൾ കൂടി ഒരു ആഹ്വാനം നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതേപോലെ തന്നെ തീവ്ര ഇസ്ലാമിക സംഘടനകൾ വീടാന്തരം കയറി ഇത്തരം ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് ഈ നിയമം പൂർണ്ണമായും ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ഈ നിയമ പരിഷ്കാരം പൂർണ്ണമായും ഒഴിവാക്കണം, ഭേദഗതി പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ള അത്തരം നിർദ്ദേശങ്ങൾ കൂട്ടത്തോടെ അയക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീടാണ് BJP ഇതിലേക്ക് കടന്നത്. BJPയും ഇതുമായി ബന്ധപ്പെട്ട് ഈ നിയമ ഭേദഗതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും വഖഫ് ബോർഡ് പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടും BJPയും അത്തരം പ്രചരണങ്ങൾ സംഘടിപ്പിച്ച് കൂടുതൽ ഇമെയിൽ സന്ദേശങ്ങൾ അയക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയുമൊക്കെ കത്തിലൂടെയുമൊക്കെ തന്നെ ഇത്തരം സന്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയിക്കുവാനുള്ള സാഹചര്യമുണ്ടായിരുന്നു. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയും അതേപോലെ തന്നെ ഇസ്ലാമിക ഹൈന്ദവ സംഘടനകളുടെയും ഒക്കെ തന്നെ പ്രതിനിധികളുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടിക്കാഴ്ചകൾ നടത്തിവരുന്ന സാഹചര്യമായിരുന്നു. ഏതായാലും ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതികൾ നിലനിൽക്കുന്ന സാഹചര്യം അതുതന്നെയാണ് കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജനൻ TV-യിലൂടെ ചൂണ്ടിക്കാട്ടിയത്. നിരവധി ഉദാഹരണങ്ങൾ ഇതിനു മുമ്പേ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പല പ്രമുഖ വ്യക്തികളും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ അനുഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജനം TV-യിലൂടെ അദ്ദേഹം ഇക്കാര്യങ്ങൾ വെളിവാക്കിയത്.